ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കുരിശിൽ രുധിരം ചൊരിഞ്ഞു, രക്ഷകൻ ജീവൻ വെടിഞ്ഞു. കുരിശിൽ രുധിരം ചൊരിഞ്ഞു, രക്ഷകൻ ജീവൻ വെടിഞ്ഞു. എൻ പാപശാപം എല്ലാം കളഞ്ഞു, എന്നെ രക്ഷിപ്പാൻ കനിഞ്ഞു, എന്നെ രക്ഷിപ്പാൻ കനിഞ്ഞു. കുരിശിൽ രുധിരം ചൊരിഞ്ഞു, രക്ഷകൻ ജീവൻ വെടിഞ്ഞു. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ചാർലി ഗിർവാദീസ് അങ്കമാലി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃ ദിവസത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ആയുസ്സിനോട് വലിയവനായ ദൈവം ഒരു കർത്തൃ ദിവസം കൂടി നീട്ടി തന്നതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് സഭയായി ചേർന്ന് അവനെ ആരാധിപ്പാനുള്ള വലിയൊരു സാവകാശം കൂടി നമുക്ക് ഏവർക്കും ലഭിച്ചു. അതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധനയ്ക്കായി നാം കടന്നു പോകുമ്പോൾ ഈ ഒരു ചെറിയ ചിന്ത നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനായിട്ട് പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. 700 വർഷം മുമ്പ് യെശയ്യാവ് എന്ന പ്രവാചകൻ നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ താൻ മുന്നോട്ട് നോക്കി കാണുന്നത് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെയാണ്. തനിക്ക് സംഭവിക്കുവാൻ പോകുന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത കുഞ്ഞാട് അറവുകാരനെയും ആട്ടിടനെയും തിരിച്ചറിയുവാൻ കഴിയാതെ അവരുടെ മുമ്പിൽ മൗനമായി നിന്നേക്കാം. എന്നാൽ കാലങ്ങൾക്കിപ്പുറം ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കി എല്ലാം ക്രമമായി എഴുതുവാൻ ദൈവാത്മാവ് ലൂക്കോസ് എന്ന സുവിശേഷകനെ ഉപയോഗിച്ചപ്പോൾ താൻ എഴുതിയത് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് ആസ്വദിക്കുന്ന കുഞ്ഞാടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ഒരു ആടിനെ കുറിച്ചാണ്. 1 വയസ്സിന് താഴെയുള്ള ആടിനെയാണ് സാധാരണ കുഞ്ഞാട് എന്ന ഗണത്തിൽ നാം പെടുത്താറ്. ദീർഘനാളുകൾ ഈ ആട് തന്റെ ഇടയന് വേണ്ടി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിന്നിട്ടുണ്ട്. എന്നാൽ ഒരു നാൾ ഈ ഇടയൻ ആ ആടിനെ കൈമാറിയത് രോമം കത്തിരിക്കുന്നവർക്കല്ല, മറിച്ച് അറവുകാരന്റെ കൈകളിലേക്കാണ്. ആ ആട് അറവുശാലയിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ അവിടെ കിടക്കുന്ന ശിരസറ്റ ആടുകളുടെ ഉടൽ അത് കാണുമ്പോൾ, അവിടെ തളം കെട്ടിക്കിടക്കുന്ന രക്തത്തിന്റെ രൂക്ഷഗന്ധം അത് ശ്വസിക്കുമ്പോൾ, തന്നെയുമല്ല ഉയർത്തിപ്പിടിച്ച കത്തിയുമായി നിൽക്കുന്ന അറവുകാരനെ അത് കാണുമ്പോൾ അത് തിരിച്ചറിയുന്ന ഒരു വസ്തുതയുണ്ട്. തൻ്റെ അന്ത്യ നിമിഷങ്ങൾ അടുത്തുപോയി എന്ന വസ്തുത. അതിന് മൗനമായിരിക്കുവാൻ കഴിയുകയില്ല. തന്നാലാവോളം അത് പ്രതിരോധിക്കും, ഉറക്കെ കരയും, തിരിഞ്ഞ് ഓടുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നാം ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഒരു കുഞ്ഞാടിന് മാത്രമേ അറവുകാരന്റെ മുൻപിൽ മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. താൻ വിശ്വസിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവർ തന്നെ ഒറ്റിക്കൊടുത്തപ്പോഴും, ചേർത്ത് പിടിച്ചവർ തന്നെ വിട്ട് ഓടി അകന്നപ്പോഴും, തന്നാൽ സൗഖ്യം പ്രാപിച്ചവരും പരിപോഷിക്കപ്പെട്ടവരും തന്റേതെന്ന് താൻ കരുതിയവരും സാക്ഷാൽ അറവുകാരായ റോമൻ പടയാളികൾക്ക് തന്നെ കൈമാറിയപ്പോഴും നമ്മുടെ കർത്താവ് മൗനമായിരുന്നതിന്റെ കാരണം നാം ഓരോരുത്തരുമായിരുന്നു. തൃപ്പാദപീഠത്തിലിരുന്ന് അവനെ ആരാധിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മുഖമായിരുന്നു ആ നിമിഷത്തിൽ അവന്റെ മുൻപിൽ. പ്രിയമുള്ളവരെ, പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഏതു പാപിയെയും രക്ഷിപ്പാൻ പര്യാപ്തമായ ക്രൂശിലെ സ്നേഹത്തിന്റെ ആഴത്തിനായിട്ട് നമുക്ക് അവനെ സ്തുതിക്കാം. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള പാപിയെയും തന്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന ക്രൂശിലെ സ്നേഹത്തിന്റെ വ്യാപ്തിക്കായിട്ട് നമുക്ക് അവനെ സ്തുതിക്കാം. സ്വർഗോന്നതങ്ങളിൽ നമ്മെ തന്നോടൊപ്പം ഇരുത്തുവാൻ പര്യാപ്തമായ ക്രൂശിലെ സ്നേഹത്തിന്റെ ഉയരത്തിനായിട്ട് നമുക്ക് അവനെ സ്തുതിക്കാം. ആ കാൽപാദങ്ങളിൽ വീണ് വണങ്ങി നമുക്ക് അവനെ സ്തുതിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യാം.
അവിടുത്തെ പുനർനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. തൃപ്തി